വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും നമ്മുടെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 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 ഊളനെ കാണാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ തെണ്ടി ആരാന്നറിയോ? ദിസ് ഇസ് ദ തെണ്ടി. എത്ര നാളായി നീ ഇവിടെ വന്നിട്ട്? 2 ആഴ്ചയായിട്ട്. ഇന്നാണ് ഇതിനെ ഞാൻ കാണുന്നത്. അന്നാ മറ്റേ മാക്സിലോ അവിടെ കണ്ടതാ. ഇതൊക്കെ ഞാനിടുവേ. ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇവക്ക് എന്തോ ബാങ്ക് സംബന്ധമായ കുറച്ച് പരിപാടികൾ. എനിക്ക് ഇന്നൊരു ഷൂട്ട് ഉണ്ട്. സോ ഐ ആം ഗോയിങ് ഫോർ എ ഷൂട്ടിംഗ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ദ ബാങ്ക്. എല്ലാരും പാലക്കാണ് പോകുന്നത്. ആ മാമേ, ഹലോ. അയ്യോ, എന്നെ കാണിക്കലേ? ഒരിക്കലും കാണിക്കൂല. ഞാൻ പറഞ്ഞല്ലോ ഷൂട്ട് ഉണ്ടെന്ന്. അപ്പം ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാല്, ഇന്ന് ക്യാമറ പിടിക്കാൻ ആരുമില്ല ഗൈസ്, അവൈലബിൾ അല്ല ഗൈസ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ട്രൈപോഡാണുള്ളത്. ഈ ട്രൈപോഡ് വെച്ചാണ് ഇന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് പോവുക. വേ നോക്കണ്ടല്ലോ, ഔട്ട് നോക്കിയാ പോരെ. ഔട്ട് ലാസ്റ്റ് നന്നായിട്ട് വന്നാ പോരെ. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് കപ്പയുണ്ട്, മീൻകറിയുണ്ട്, സ്പെഷ്യൽ മീൻകറി. ദിസ് ഇസ് പോർക്ക് ആൻഡ് ബീഫ്. കഴിച്ചിട്ട് റിയാക്ഷൻ ഉണ്ട്. ഹായ്, കപ്പ, മീന്, ബീഫ്, പോർക്ക്. എല്ലാം കറക്റ്റായിരുന്നു. UK യിലുള്ള പുറത്ത് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യൂ. കപ്പയൊക്കെ കൂടി. അങ്ങനൊന്നും പറയല്ലേ, ഞാൻ വീഡിയോ എടുക്കും. ഉപ്പൊക്കെ അടിപൊളിയാ, അടിപൊളിയാ. ഞാൻ കഴിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ കഴിച്ചായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി നമുക്കൊന്നുകൂടെ കഴിക്കാം. ഫോർ വീഡിയോ ഗൈസ്. ഞാൻ ഒരുക്കുന്നതിന് മുമ്പ് കഴിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയൊക്കെ പോകും, ലിപ്സ്റ്റിക് ഒക്കെ പോകും. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് തിന്നുന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കോസ്റ്റ്യൂമിൽ കയറിയത്. ഇന്ന് നമ്മൾ ഈ കിടക്കുന്ന ഇന്നോവയിലാണ് പോവാൻ പോകുന്നത്. ഞാനാണ് ഓടിക്കാൻ പോകുന്നത്. എത്തിയ ഭാഗ്യം. സത്യം ഇന്ന് ഒരു വലിയ, അതായത് കുഞ്ഞു വഴിയാണ്. അപ്പൊ കുഞ്ഞു വഴി നമ്മളിങ്ങനെ കേറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രശ്നം. ഇവിടെ നിന്ന് കയറ്റി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രോ ആണല്ലോ, അറിയാലോ. എടാ, എനിക്ക് 60 പ്രോ ഇഷ്ടപ്പെട്ടടി, എനിക്ക് തരാമോ? ನೆಕ್ಸ್ಟ್ ಮಂಗಳವಾರ ಅಲ್ಲ, ನಾಳೆ ನಾನು ಇದು ಮಾಡ್ಬಿಡ್ತಾನ ಅವನು. ಒಬ್ಬ ಮನೆ ಹತ್ರ ಬಂದು ಗಲಾಟೆ ಮಾಡ್ಬಿಡ್ತಾನೆ. ನಾನೇನು ತಡೆಯೋದಿಲ್ಲ, ನಾನು ತಡಿತೀನಿ. ನನ್ ತಡೆಯೋರು ಯಾರು ಇಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ಅವ್ನಿಗೊಂಚೂರು ಹೇಳಿ, ಅವ್ನಿಗೆ ಹೇಳಿ. ರಾತ್ರಿ ಆದ್ರೂ ಪರವಾಗಿಲ್ಲ, 8 ಗಂಟೆ 9 ഗಂಟೆ. രാവിലത്തെ പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് കാണിച്ചത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഓക്കെ, എൻ്റെ മുടിയാണ് ഉടനെ വീഡിയോ വരുന്നതാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ കാശ് കൊടുത്ത് ബില്ല് കാണിച്ചാൽ നമുക്ക് തരുള്ളൂ. എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയായിരുന്നു. എടാ, നിനക്ക് വൈഡില്ല കേട്ടോ. വൈ നോട്ട് വൈഡ്? ഇത് ഈ ചേച്ചിട്ടില്ല. വന്നിട്ട് ഒരു ബ്ലോഗ് പോലും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഫുൾ ഓട്ടം, എനിക്കും ഫുൾ ഓട്ടം. ആർക്കും നേരമില്ല. നാളെ പോവല്ലേ? എന്താ അവസ്ഥ? ഹുഡിച്ചേച്ചി. ഈ മഴക്കാലത്ത് സ്റ്റിൽ ചൂടാ. എന്നിട്ട് നീ മാത്രം തുണിയില്ലാത്തോണ്ട് കൂട്ടിയിട്ടുണ്ടോ? അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ചൊന്നും ഇത് കിട്ടിയ നമുക്ക് ഞാൻ ഉറക്കെ സംസാരിക്കാൻ പറ്റണം.
ഞാനിപ്പോൾ മുടി കെട്ടി വെച്ച് ഗൈസ്. മുടി അഴിഞ്ഞ് കിടന്നിട്ട് എന്തോ പോലെ. ഞാനിന്ന് എവിടെ കിടക്കാൻ പോകുന്നത്? അപ്പോൾ അവിടെയാണോ കിടക്കാൻ പോകുന്നത്? അതോ എൻ്റെ വീട്ടിലാണോ നിന്റെ വീട്ടിലാണോ? ഞാൻ എൻ്റെ കാര്യമാണോ ചോദിച്ചേ? ഗൈസ് ഐ ഗോട്ട് അപ്രൂവൽ. ഗൈസ് എൻ്റെ കമ്മലുകൾ കണ്ടു. ഭയങ്കര ക്ഷീണം. എൻ്റെ മുഖം കണ്ടിട്ട് നീ താനാന്ന് പറയുന്നുണ്ട്. നീ ഒരു ലൈഫ്. ഇന്നത്തെ വ്ലോഗിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നെല്ലാം നമ്മൾ 16 ബ്രോയിലാണ് ഇട്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നു. എനിക്ക് വല്ല തിരക്കുകളോന്ന് തോന്നുന്നു. ചൂടില്ല അത്രയൊക്കെ ആവശ്യത്തിന് ഇതിട്ടിട്ട് എനിക്ക് അത്ര ചൂടില്ല. എനിക്കും വലിയ ചൂടില്ല. വിശക്കുന്നു. ഇപ്പോഴാ കഴിച്ചത്. ഇവള് വെറുതെ പറയണ വിശക്കണം. പക്ഷേ ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റൂല. വിശക്കും. എന്നെ ഷാപ്പിൽ കൊണ്ടുപോകും. ഏത് ഷാപ്പില്? മഴ പെയ്യുന്ന ഷാപ്പിൽ. എനിക്ക് പോകണം. അപ്പോൾ ഇത്രയും നാളും വന്നിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനും ബിസിയായിരുന്നു ഗൈസ്. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ല എൻ്റെ രാവിലത്തെ തിരക്കേറിയ ഷെഡ്യൂൾ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓട്ടോമാറ്റിക് ഹൈ ക്രോസും കൂടെ കിട്ടി. ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഒരരട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഉരുട്ടി പാല വരെ എത്തിച്ചു. കൂടി ഉരുട്ടിന്നാ എനിക്ക് ആ മറ്റേ സ്റ്റീറിംഗ് വളച്ചുള്ള ഒരു തെളിവില്ല. അതെ, തെളിവില്ലാത്ത എന്തുകൊണ്ടാ? നീ എന്നോട് വന്നായിരുന്നു. ഇയാളോട് അവിടെ ഇറങ്ങിക്കാൻ പറഞ്ഞല്ലേ, തന്നോടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ചെറിയാനാണ് എന്റെ കൂടെ വന്നിട്ടും അങ്ങനെ വീഡിയോ എടുക്കുന്നത് തോന്നുന്നു. നടക്കേണ്ട ഒരു കാര്യമൊന്നും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു. അത് മാത്രമല്ല, ഒരാളെ ഞാനിന്ന് കണ്ടു. നമുക്ക് ഉടനെ ഒരു ട്രൈപോഡ് ആവശ്യമില്ല. ചെറിയാൻ്റെ ട്രൈപോഡൊക്കെ തൂക്കിയാലോ? അടിച്ചു മാറ്റാൻ പുള്ളി എന്തിനാ ട്രൈപോഡൊക്കെ ഇട്ടോ വന്ന്? പുള്ളി സോളോ ട്രാവലറാണ്. ആരും കൂട്ടില്ല, തന്നെയാണ് ട്രാവലിംഗ് ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ തന്നെ എല്ലായിടത്തും മൂന്നും വേണം ട്രൈപോഡ്. ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ കിട്ടുമോ? ഇവിടെ ഒന്ന് കിടിലൻ എക്സ്പ്രഷൻ ആയിരുന്നു. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എടി അല്ലേലും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. ഈ വണ്ടിയാണ് ഗൈസ് ഞാൻ ഓടിച്ചത്. ഓക്കെ, ലെറ്റ്സ് ഗോ.